നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നലെ നമ്മളോടൊപ്പം ഇരുന്ന രസകരമായ അവരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് സുനിൽ ബർണാഡും ഭാര്യ മഞ്ജു മോനു. ഇനി ഫിലിമിലൊക്കെ അഭിനയിക്കും, അവസരം വന്നാൽ അഭിനയിക്കും. ആണോ? സുനിച്ചിന് അത് ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല, അവൾക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് മുതൽ ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ആക്ടിങ്ങും ഈ ഡാൻസിങ്ങും പാട്ടും ഒരു രക്ഷയില്ല, ഭയങ്കര ഇഷ്ടമാണ്. സുനിച്ചിന്റെ വീട്ടുകാർക്കും അതൊക്കെ ഇഷ്ടമാണോ? ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കലാകാരന്മാരാണ്. ആക്ച്വലി ഞങ്ങൾ 8 മക്കളാണ്. അതിനകത്ത് 4 പേരും. എത്ര പേര്? ഞങ്ങൾ 8 മക്കളാണ്. ഏറ്റവും ഞാൻ. അയ്യോ, വേറെ രസമുണ്ട് ചേച്ചി. സുനിച്ചനെ അമ്മ പ്രസവിച്ചു കിടന്നതും സുനിച്ചന്റെ ഏറ്റവും മൂത്ത ചേട്ടനില്ലേ, ജോസേട്ടൻ, അച്ചാച്ചന്റെ ഭാര്യ അച്ചാച്ചന്റെ മൂത്ത മകനെ പ്രസവിച്ചു കിടന്നത് ഒരുമിച്ചാ. അത് ഒരുപാട് ഞാനത് ഇവിടെ വന്നപ്പോഴും അങ്ങനെ ആദ്യമായിട്ട് കേൾക്കണം. എനിക്ക് ചേട്ടന്മാരെല്ലാം കലാകാരന്മാരാണ്. KPS-ലും ഇടാബഷന്റെ കൂടെ ഒക്കെ കോങ്കോട്ടമ്മൻ ഡ്രമ്മ് വായിച്ചവരാ ചേട്ടന്മാരെല്ലാം. പണ്ട് KPS-ലുള്ള ചേച്ചിയൊക്കെ ഉള്ള സമയത്തും വായിച്ചിട്ടുള്ള ചേട്ടനൊക്കെ. പക്ഷെ സാധാരണ ഒരാള് ഈ പറയുന്ന മാതിരി വളരെ ഓപ്പണായിട്ട് അല്ലെങ്കിൽ വളരെ ജോളിയായിട്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റേ ആൾ ഇത്തിരി മൂടിയായിരിക്കും അല്ലേ? അങ്ങനെയുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ പാടുമായിരിക്കും. മിണ്ടാതിരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും മത്സരമാണ്, ആരാണ് ഏറ്റവും. അങ്ങനെയല്ല, ഞങ്ങളിത് കല്യാണം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളാ. ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായി പോയി. ഇത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ സംസാരത്തിലാണെങ്കിലും എന്ത് ടേസ്റ്റിലാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്നാ പറയുക, അത് ചെയ്യണ്ട, അങ്ങനെ സംഭവമല്ല. നല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യത്തുള്ളൂ നമുക്കറിയാം. ഇപ്പം ഇവിടെ മറച്ചോണ്ടൊരു സംഭവം നമ്മൾ ചെയ്യാറില്ല, എന്ത് കാര്യങ്ങളാണല്ലോ. അല്ല ചില കാര്യങ്ങളൊക്കെ ഒഴിച്ച് അഭിപ്രായം പറഞ്ഞ. എന്താ സുനിച്ചന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം? ഇഷ്ടമല്ലാത്ത സ്വഭാവം ഒരൊറ്റം പോലെ തുടങ്ങിക്കോളൂ. ഇഷ്ടമല്ലാത്ത സ്വഭാവം ഉണ്ട് ചേച്ചി. ഈ പെട്ടെന്നുണ്ടല്ലോ ദേഷ്യം എല്ലാവർക്കും വരും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വഴക്കിട്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിണ്ടാതിരിക്കാൻ പറ്റൂല എനിക്ക്. എന്നോട് തല്ലു പിടിക്കണം, ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോഴത്തേനും സുനിച്ചൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. ഇത് സുനിച്ചൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒന്നും മിണ്ടാതെ പോയി സെറ്റിൽ പോയി ഉറങ്ങുന്നതായിരിക്കൂല, ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങ് ഉറക്കം അങ്ങ് അഭിനയിക്കും. വലിച്ചാ സുനിച്ചിട്ട് എഴുന്നേക്കൂല. എനിക്ക് എന്ത് ടെൻഷൻ ആയിരിക്കും അറിയാൻ നേരം. എന്തിന് ടെൻഷൻ? എനിക്ക് എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ തിങ്ങി നിൽക്കായിരിക്കും. അപ്പൊ അതൊക്കെ കൊണ്ട് പറയണ്ടേ? അതിന് ഈ മനുഷ്യൻ എഴുന്നേറ്റിരുന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സുനിച്ചൻ ജന്മം ചെയ്ത് എഴുന്നേക്കൂല. അയ്യോ, എനിക്ക് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് വല്ല മാനസിക രോഗം ഉണ്ടോന്നും കൂടി എനിക്കറിയില്ല. സത്യം ചേച്ചി, ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ സുനിച്ചൻ എന്ത് ചെയ്തിട്ട് എഴുന്നേക്കണില്ല. എനിക്കാണെങ്കിൽ ഞാൻ നോക്കുമ്പോ എന്റെ വശത്ത് കുറെ ശരികളുണ്ട്. അപ്പൊ എനിക്കത് സുനിച്ചനെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തണ്ടേ? ഞാൻ ചെയ്ത് ഇന്ന കാര്യങ്ങൾ ശരിയല്ലേ സുനിച്ചാന്ന് ചോദിക്കണമെങ്കിൽ സുനിച്ചനെ എഴുന്നേക്കണ്ടേ പറ്റൂ. സുനിച്ചൻ അതിന് സമ്മതിക്കൂല. സുനിച്ചൻ കിടന്നങ്ങ് ഉറങ്ങോട്ട് സുനിച്ചൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞാൽ സുനിച്ചൻ അങ്ങിരിക്കും. എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഒരു കത്രിക എടുത്തത്. സുനിച്ചന്റെ പഴയ ഷർട്ടുണ്ട് ഇടാത്തത്, എന്നിട്ട് അതങ്ങോട്ട് വിടർത്തിയിട്ടിട്ട് അതിന്റെ നടുക്കുന്ന് ഇങ്ങനെ അങ്ങോട്ട് വെട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസം. എന്തോ നമ്മൾ തപ്പിച്ചപ്പോൾ ഈ ഷർട്ട് ഇങ്ങനെ പല പല കഷ്ടപ്പാടുകൾ. അപ്പൊ ഞാൻ പറയൂ, നല്ലൊരു ഷർട്ടായിരുന്നല്ലോ. നല്ല ഷർട്ടൊന്നുമല്ല, പഴയ പന്നാക്ക് ഷർട്ട്, നരച്ച ഷർട്ടാണ്. ഇടണെങ്ങാനും വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ വെച്ചേക്കോ സുനിച്ചൻ. എന്നിട്ട് 2 കൈയും കഴുത്തൊക്കെ അങ്ങ് വെട്ടി കാണുമ്പോ എനിക്ക് ഭയങ്കര ആശ്വാസം. സുനിലിനെ വെട്ടുക അന്നേരം തന്നെ കണ്ട സുനിച്ചൻ തന്നെ വെച്ചേക്കൂല. അതുകൊണ്ട് ഞാൻ ഷർട്ടിന്റെ അടിയിലോട്ട് തിരികെ കയറ്റി വെച്ച്. പിന്നെ ഇന്നാളെ സുനിച്ചൻ അത് കണ്ടേ, അപ്പത്തേനും നല്ല സ്വഭാവത്തിൽ. അത് ഒരു സ്വഭാവം. പിന്നെ അടുത്ത അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സ്വഭാവം. വഴക്ക് പിടിച്ചാൽ ഞാൻ പറയാം, നമ്മൾ രണ്ടുപേരും ചേച്ചി വഴക്ക് പിടിച്ചാൽ നമ്മൾ സോൾവ് ചെയ്യണ്ടേ? പിന്നെ ഞാനും സുനിച്ചിനെ പോലെ വാശി പിടിച്ചിരുന്ന എവിടെ പോകും? ഒന്നും സംഭവിക്കില്ല, സൈലന്റ് ആയിട്ട് പോകും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലൈഫിൽ സന്തോഷം, അതിലൊരു രസമില്ല അല്ലേ? അയ്യോ, എനിക്കിത് ഇപ്പൊ അത് ഓർത്തിട്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഇഷ്ടമല്ല വഴക്ക് പിടിച്ചിട്ട്. അത് ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ചെന്നിറങ്ങി കഴിഞ്ഞാൽ ഫോൺ വിളി എന്ന് പറയാൻ നമുക്കൊരു എന്നാ പറയുക, സമാധാനം തരാത്ത കോളിംഗ്. ഇപ്പൊ ഇവിടെ ഇറങ്ങി ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോൾ 5 കോളാ. എന്തോ വിളിച്ചിട്ട് പറയുന്നത്? എനിക്ക് ഒന്നും വിളിച്ചിട്ട് വരെയായി. എന്ത് വണ്ടി കയറിയോ, ടിക്കറ്റ് എടുത്തോ, കണ്ടക്ടർ ഉണ്ടോ, ഡ്രൈവർ ഉണ്ടോ, അടുത്ത ഷോപ്പിൽ ഇറങ്ങുമോ, അതോ എത്ര പേരുണ്ട്, ഇതൊക്കെ തിരക്കേണ്ട വല്ല കാര്യമുണ്ട് ഈ ഫോൺ വിളിച്ചിട്ട്.
ഇവിടെ വണ്ടി ഇറങ്ങുമ്പോൾ ഇവിടെ വിചാരിക്കുന്ന വണ്ടി വലിയ കൊക്കലോട്ടൊക്കെ പറയും. ഈ മൂവാറ്റുപുഴ വരെ പോകുന്ന എന്നാ കൊക്ക ഉണ്ടായിട്ടാണ്. ഒരു കുഴി പോലില്ല മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത്. ഇവിടെ വലിയ കൊക്കലോട്ടൊക്കെ വണ്ടി മറിയുന്ന സ്വപ്നം കണ്ട് പിന്നെ വിളിയോട് വിളി. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും ഞാൻ. പത്തിപ്പറ്റം കഴിഞ്ഞ് കാക്കനാടായി. ചിലപ്പോ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. അപ്പോഴൊക്കെ ഞാൻ കാക്കനാട് പോയി ഇറങ്ങുകയും ചെയ്യും. സുനിച്ചനെ എനിക്ക് ടെൻഷൻ എന്താന്ന് വെച്ചാൽ, എനിക്ക് കല്യാണത്തിന് മുമ്പ് പപ്പേനെ പറ്റിയായിരുന്നു ടെൻഷൻ. പപ്പ ഈ വണ്ടിയും കൊണ്ട് എപ്പോഴും പോണോണ്ടിട്ട് എനിക്ക് പപ്പയ്ക്ക് 1-2 പ്രാവശ്യം ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയാ. എന്റെ വിചാരം വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര. വിളിച്ചോണ്ടിരുന്നാൽ ഇടിക്കില്ലേ? ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഇടിക്കില്ല. അപ്പൊ ആൾക്ക് കുഴപ്പമില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വണ്ടി ഇടിച്ചിട്ട് എവിടെയെങ്കിലും കാണാതെ ആരും കാണാതെ തെറിച്ചു പോയിട്ടുണ്ടാവോ, അവിടെ കിടക്കുന്നുണ്ടാവോ എന്നൊക്കെ അങ്ങനെയൊക്കെ വേണ്ടാത്ത. നമ്മൾ ചെറിയൊരു റെക്കോർഡിങ്ങിനാണല്ലോ നമ്മൾ സ്റ്റുഡിയോ ചെല്ലുക. സ്റ്റുഡിയോ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഒക്കെ എടുത്ത് വെച്ച് പാട്ട് കേട്ട് വ്രതം ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്യുക. വ്രതം ചെയ്യണമെങ്കിൽ നമുക്ക് തലയിൽ എന്തെങ്കിലും വരണ്ടേ വ്രതം പ്രോഗ്രാം ചെയ്യണമെങ്കിൽ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആക്സിഡന്റ് ഒക്കെ നോക്കി നിൽക്കുമ്പോൾ കോള് വന്നു. ഞാൻ ഇത്തിരി ഞാൻ തുടങ്ങാൻ പോണേ. ശരി വെച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചോറിനാണപ്പോൾ ഞാൻ വഴി സമയം തുടങ്ങിയാലുള്ളൂ. ഈ 10 കോൾ. അപ്പോൾ അവരോട് സുരേഷിന്റെ സംശയം തോന്നല്ലോ വൈഫിന്. ഞാൻ പറയില്ല സംശയമല്ല, ഇങ്ങനെ ഒരു അസുഖം ഉള്ളതാകും എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അവർ വിചാരിക്കുന്നില്ല നമ്മൾ എന്തോ എവിടെയെങ്കിലും പോകുന്ന പോലെ. ശരിയല്ല ഞാൻ പറഞ്ഞു. ഇങ്ങനെ ടെൻഷനായിട്ടാ. ഒന്നാമത്തെ വീട്ടിൽ ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇവന് സ്കൂളിൽ പോയ പിന്നെ ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ചിന്തകളായിരിക്കും. ടെൻഷൻ വരുമ്പോ ഭക്ഷണം കഴിക്കോ? അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാനേ നേരമുള്ളൂ. അതല്ലെങ്കിൽ ഇരിക്കുന്നത് അതൊരു പ്രശ്നമുള്ളൂ ഇവിടെ. ഈ ഫോണിങ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇവിടെ പറഞ്ഞു. അത് ശരിയല്ല. അത് അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു 1 മണിക്കൂർ കണ്ടില്ലെങ്കിൽ വിളിക്കാം. എവിടം വരെ ഇവിടം വരെ. അപ്പൊ നമ്മൾ ഞാൻ വാശിക്ക് വിളിക്കാതിരിക്കും ചേച്ചി. ഞാൻ വിളിക്കുമ്പോഴത്തേനും ദേഷ്യപ്പെടും. ഇതെന്തിനാ 24 മണിക്കൂർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാന്ന് പറയാം. അന്നാ പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും വിളിക്കൂല. അപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് സുനിച്ചൻ കയറിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരാൻ 1 മണിക്കൂർ മാക്സിമം മതി. 1.5 മണിക്കൂർ കഴിയും. 1 മണിക്കൂർ കൃത്യമാകുമ്പോൾ ഞാൻ വിളിക്കാം. സുനിച്ച ഒന്നാമത്തെ സുനിച്ചന് ഉറക്കത്തിന്റെ അസുഖമുള്ളതാ. ഇരുന്നിട്ട് ഉറങ്ങി കളയും ബസ്സിലിരുന്ന്. അപ്പം ഉറങ്ങി പോവാതിരിക്കട്ടെ എന്ന് ഓർത്താണ് ആ സമയത്ത് വിളിക്കുന്നത്. അന്നേരം എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. എത്താറായി എന്നുള്ളത് എനിക്കറിയാലോ. അപ്പം എഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ എത്താറാവണേ ഉണ്ടാവുള്ളൂ. ഞാൻ വന്നോളാം, എനിക്കറിയാം, ബസ്സിൽ കയറിയാൽ ഞാനാണെങ്കിൽ എനിക്ക് ഇറങ്ങാൻ അറിയാമെന്ന് പറയും. എന്നാ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വയ്ക്കും. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണില്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കാണില്ല. ഒരു ദിവസം വിളിച്ചപ്പോൾ സുഞ്ചൻ കാക്കനാട് ഒരു ഗുദാമിൽ പോയി നിൽക്കണം. ആ വണ്ടി അവിടെ ആയിട്ട് നിർത്തിയത്. അവിടെ നിന്ന് നമ്മൾ വിളിക്കാതിരുന്നതിന്റെ ദിവസം അന്നേരം കുറ്റം എനിക്കാട്ടോ. നിനക്കൊന്ന് വിളിച്ചാലെന്തായിരുന്നു? നിന്നെ കാണാതായപ്പോഴെങ്കിലും നിനക്ക് വിളിക്കണ്ടായിരുന്നു. നീ അന്നേരം വിളിക്കൂല. അല്ലാത്തപ്പോ 100 പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞേ. എന്നിട്ട് സുനിച്ചൻ അവിടെ നിന്ന് കയറിയിട്ട് അപ്പോഴും സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല. പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി. പിന്നെ രണ്ടാമത് പിന്നെ തിരിച്ചു വന്നത്. ഉറക്കളച്ച് വരുമ്പോൾ നമ്മൾ ഉറങ്ങി രാവിലെ അല്ലേ വെളുപ്പിനെ 3 മണിക്കൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ 5 മണിക്ക് വണ്ടി കയറി അവിടെ നിന്ന് കയറുന്നത്. അപ്പൊ 3 മണി വരെ ഇവിടെ ഉറങ്ങാതിരിക്കുന്നുള്ള ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രം. ഞാൻ 3 മണി ഉറങ്ങാതിരിക്കില്ല. അലാറം വെച്ചിട്ട് കിടക്കും. 1/2 മണിക്കൂർ കൂടി അലാറം വെച്ചിട്ട് വിളിക്കും. ഈ 1/2 മണിക്കൂറൊക്കെ കോൾ വന്നോണ്ടിരിക്കുക. എനിക്ക് ഓർത്ത് നോക്കി. എനിക്ക് ഈ അവസ്ഥയൊക്കെ ആരോട് പറയാനാ ഞാൻ? ഇന്നാണ് അതിനൊരു വേദി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് തമ്മിൽ വഴക്ക് പറഞ്ഞിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്യരുത് ഫോൺ. അപ്പൊ നമ്മളൊരു അടുത്ത് ചെല്ലുമ്പോ തെറ്റിദ്ധരിക്കത്തില്ലേ? എന്താ പറയാ? അതുകൊണ്ട് പിന്നെ കരയോ വഴക്ക് കൂടിയ? കരയോന്നോ? എനിക്ക് എന്റെ കണ്ണിനൊരു കുഴപ്പമുണ്ട് ചേച്ചി. മൊത്തം ഏതെങ്കിലും സിനിമ കാണാൻ പോകാൻ പറ്റില്ല എനിക്ക്. സിനിമ കണ്ട ആവശ്യമില്ലാത്തതിനൊക്കെ കരച്ചിൽ വരും എനിക്ക്. ഞാനുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കും. ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ ഇത്രയും നാളായിട്ട്. പിന്നെ ഏതോ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, പിള്ളേരെ കാണാതാവണേ. അതിൻ്റെ അകത്ത് അവസാനം ഒരു കൊച്ചിങ്ങനെ അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നേ, അതൊക്കെ എനിക്കറിയില്ല എന്തിനാ ഞാൻ അതിനൊക്കെ കരയണേന്നുള്ളത്. വെറുതെ ഇരുന്ന് സങ്കടം വരും. പക്ഷെ അതങ്ങനെ ഭയങ്കര സങ്കടം വന്നിട്ടല്ല, പക്ഷെ കണ്ണീന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതല്ല സങ്കടം വരും, പക്ഷെ അത്രയും കരയേണ്ട ആവശ്യമില്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ എന്തിനാന്നറിയില്ല, എനിക്ക് സങ്കടം വന്ന് ഞാൻ കരയും. എന്നെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കണ സുനിച്ചിനുവാ. വെറുതെ ആവശ്യമില്ലാതെ വഴക്കിട്ടിട്ടും മിണ്ടാതിരിക്കും.